കുറുപ്പ് സാറിനോട് ശാലിനി പറയുകയാണ്, എല്ലാം നേരിടാനുള്ള ശക്തി എനിക്കുണ്ട്. തീയിൽ കുരുത്തതാണ്, വെയിലത്ത് പാടില്ല. പക്ഷെ എന്റെ അമ്മ ശാരദാമ്മ അങ്ങനെയല്ല, വെറും പാവമാണ്. ഈ സങ്കടങ്ങളൊക്കെ വന്ന് തലയിൽ കയറുമ്പോൾ എന്ത് ചെയ്യണമെന്ന് എന്നെ കൊണ്ട് പറയാനാകുന്നില്ല. അതാണ് എന്റെ ഒരു ആദി. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ ഹോട്ടലാണ്. അവിടെ ശാലിനിയും ശ്യാമയും ശാരികയും എല്ലാവരുമുണ്ട്. അവിടേക്ക് ശങ്കരേട്ടൻ കുലയുമായി എത്തുകയാണ്. ശങ്കരേട്ടൻ പറയുകയാണ്, അതെ, കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നതിന്റെ കൂലി എത്തിയില്ല. അന്നേരം ശ്യാമ പറയുകയാണ്, അതിനാദ്യം ഇവിടത്തെ പറ്റ് തന്നു തീർക്ക്, എന്നിട്ട് കൂലിയെ പറ്റി സംസാരിക്കാം. ശങ്കരേട്ടൻ പറയണം, അത് ഞാൻ തരാം. അത് തരുന്നതിന് മുമ്പ് ഞാൻ ചത്തുപോകുകയൊന്നുമില്ല. എന്നിട്ട് ശാന്തയോട് പറയണം, ആ ശാന്തേ, ഒരു 2 ദോശ ഇഞ്ഞെടുക്ക്. അന്നേരം ശങ്കരന്റെ കൂടെ വന്ന ആൾ പറയുകയാണ്, എന്താ ശാരദാമ്മ ആ കുന്നിലേക്ക് കയറി പോകുന്ന കണ്ടല്ലോ, അവിടെ എന്തോ കാട്ടുതീയൊക്കെ വന്നിരിക്കുകയാണ്. കൂടാതെ സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യമൊക്കെ ഉണ്ടെന്ന് കേട്ടു. അത് കേട്ടൊന്ന് പരിഭ്രമിക്കുകയാണ് ശാരിക. അന്നേരം രാജി പറയുകയാണ്, അവിടെ നിന്നാണ് നാൾക്കൊരു പെണ്ണും ചെറുക്കനും ചാടിച്ചാകാൻ പോയത്. എന്തോ പ്രേമ നൈരാശ്യം നാട്ടുകാർ കണ്ടിട്ടാണ് രണ്ടിനെയും വിട്ടത്. ഇതൊക്കെ കേട്ട് ആകെ പരിഭ്രമിച്ചു നിൽക്കുകയാണ് ശാരിക. ശങ്കരേട്ടൻ ചോദിക്കുകയാണ്, ചമ്മന്തി ഇല്ലേ ശാന്തേ, ഒരു വടയും കൂടി ഇങ്ങെടുക്ക്. നേരം ശാരിക ചെന്ന് ശ്യാമയെ വിളിക്കുകയാണ്, നീ ഒന്ന് വന്നേ, പറയട്ടെ. ശ്യാമയോട് ശാരിക പറയുകയാണ്, നീ പെട്ടെന്നൊന്ന് പാറക്കുന്ന് വരെ പോണം, ഒരു കാര്യമുണ്ട്, അത്യാവശ്യമാണ്. അതിനുശേഷം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്യാമയെ പറഞ്ഞു വിടുകയാണ് ശാരിക. കുന്നിൻ മുകളിൽ നിന്ന് ശാരദാമ്മ പറയുകയാണ്, ഭഗവാനെ, ഇനി എന്റെ മുൻപിൽ ഒരു വഴിയില്ല, എല്ലാം ഇവിടെ തീർത്തേക്കാം നിന്റെ തൃപ്പാദങ്ങളിൽ. അന്നേരം കുറുപ്പ് സാറിന്റെ വീട്ടിൽ ചന്ദ്രമതി ശാലിനിയോട് പറയുകയാണ്, മോളെ, നീ വിഷമിക്കേണ്ട, സമാധാനിക്ക്, ഒന്നും സംഭവിക്കില്ല. എനിക്കറിയില്ല ചന്ദ്രമ്മേ, അച്ഛനെ പറ്റിയോ അയാളുടെ വീട്ടുകാരെ പറ്റിയോ എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് അമ്മയ്ക്ക്. അയാളില്ലെങ്കിൽ ഞങ്ങളുടെ ആരുടെയും കല്യാണം നടക്കില്ലെന്നാണ് നമ്മുടെ അമ്മ പറയുന്നത്. കുറുപ്പ് സാർ പറയുകയാണ്, മോളെ, ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല. എനിക്കറിയില്ല കുറുപ്പ് സാറെ, അമ്മയുടെ ചങ്കിൽ എന്തൊക്കെയാണ് അടക്കി വച്ചിരിക്കുന്നതെന്ന്. വല്ലപ്പോഴും ഞങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാലേ പിന്നീട് ഒറ്റയ്ക്ക് പോയിരുന്ന് കരയുന്നത് കാണാം. ഒരു കുടമല്ല, ഒരു കടൽ സങ്കടം ഉണ്ടാവും മനസ്സില്. അത് താങ്ങാൻ വയ്യാതായാൽ ശാരദാമ്മ പറയുകയാണ്, ഭഗവാനെ, എനിക്കെല്ലാം മതിയായി, എന്നെ എന്റെ ഭർത്താവിനും വേണ്ട, നീ തന്ന ജീവിതം നിനക്ക് തന്നെ തരികയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശാലിനിയെ സമാധാനിപ്പിക്കുകയാണ് കുറുപ്പ് സാറ്. മോളെ, നീ ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെയാണ്? ഒന്ന് സമാധാനിക്ക്, നീ ഉണ്ടല്ലോ അവിടെയെല്ലാം ബാലൻസ് ചെയ്യാൻ. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല കുറുപ്പ് സാറേ. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വല്ലാത്തൊരു പേടി. അങ്ങനെ അരുതാത്തത് വല്ലതും സംഭവിച്ചാൽ ഞങ്ങൾ 3 പെണ്ണുങ്ങളും വഴിയാധാരമാകും. ആരുമില്ല ഞങ്ങൾക്ക്, ആരും. കുറുപ്പ് സാറ് പറയുകയാണ്, മോൾ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിക്കുന്നത്? നന്മയുള്ള ആർക്കും ഈ ലോകത്ത് ആത്യന്തികമായി ഒന്നും സംഭവിക്കില്ല. നിനക്കോ നിന്റെ ശാരദാമ്മയ്ക്കോ അഗതികളെ അന്നമൂട്ടുന്ന ആ ചായക്കടയ്ക്കോ ഒന്നും സംഭവിക്കില്ല. നോക്ക്, എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു സാധാരണ പെണ്ണല്ല നീയെന്ന്. അന്ത്യത്തിരി തെളിയിച്ചു വെച്ചാൽ ഒരു വീടിനാകെ ഐശ്വര്യം നൽകുന്ന വെളിച്ചമാണ് നീ. ആരെങ്കിലും അരുതാത്തത് കാണിച്ചാൽ ആളിപ്പടരുന്ന കാട്ടുതീയും നീ തന്നെ. ആ വീടിനും അവിടെയുള്ള മനുഷ്യർക്കും കാവലായും കരുതലായും നീ ഉള്ളപ്പോൾ വേറെ എന്ത് സംഭവിക്കാനാണ്? നിന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന എന്തും നിനക്ക് ചെയ്യാം. അത് തന്നെയാണ് നിന്റെ ശരിയും. ശാരദാമ്മ നേരിട്ടതൊന്നും ലോകത്തൊരു സ്ത്രീയും അനുഭവിക്കാൻ ഇടവരരുത്. അതിനുവേണ്ടിയാവണം എപ്പോഴും നിന്റെ ജീവിതം. അതിനുവേണ്ടി ജനിച്ചവളാണ് നീ. ആ തീപ്പൊരി മനസ്സിൽ അണയാതെ വയ്ക്ക്. എല്ലാം ശരിയാകും, എല്ലാം. ഈ വാക്കുകളൊക്കെ കേട്ട് ശാലിനിക്ക് വീണ്ടും ആത്മവിശ്വാസം കൂടുകയാണ്. അന്നേരം പാറക്കുന്നിലേക്ക് ശാരദാമ്മയെ തിരകെ ശ്യാമ പോവുകയാണ്. മുകളിൽ ചെന്ന് അമ്മേ അമ്മേ എന്ന് ഉറക്കെ വിളിക്കുകയാണ് ശ്യാമ. പിന്നീട് കാണിക്കുന്നത് തിരികെ വരുന്ന ശാലിനിയാണ്. അന്നേരം ശ്യാമ ഫോൺ ചെയ്യുകയാണ് ശാലിനിയെ. എന്താ ശാരിയേച്ചി എന്ന് ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ്, അമ്മ എവിടെയെങ്ങും കാണാനില്ല മോളെ. കാണാനില്ലേ? അതെ, നേരം കുറയായി, ഇനി അന്വേഷിക്കാൻ സ്ഥലമൊന്നും ബാക്കിയില്ല. ചായക്കടയും ചുറ്റുവട്ടം എല്ലായിടവും. ശാലിനി ചോദിക്കുകയാണ്, അതിന് അമ്മ എവിടെ പോകാനാണ്? എവിടെയും പോകുന്ന കാര്യം എന്നോട് പറഞ്ഞില്ല. നീ അർജുനേട്ടനൊപ്പം ഇറങ്ങിപ്പോയത് മുതൽ അമ്മ നല്ല ടെൻഷനിൽ ആയിരുന്നു. പിന്നെ നോക്കുമ്പോൾ അമ്മയെ കാണാനില്ല. അമ്മ ഇനി എന്തേലും അവിവേകം കാട്ടുമോന്നാണ് എന്റെ പേടി. വിവേകമോ എന്ന് ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ്, കുറച്ചു മുമ്പ് മങ്കാട്ടിലെ ഷിജുവേട്ടൻ പറഞ്ഞത് അമ്മ കുന്നുംപുറത്തേക്ക് കയറി പോകുന്നത് കണ്ടു എന്നാണ്. ഞാൻ ശ്യാമയെ അങ്ങോട്ട് അയച്ചു നോക്കി, അവിടെയെങ്ങും കാണാനില്ല. ശാന്തേച്ചിയൊക്കെ പറയുന്നത് അവിടെയൊക്കെ പോകുന്ന ആൾക്കാർ താഴേക്ക് ചാടിച്ചാകുമെന്നാണ്. കേട്ട് ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ്, ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ കണ്ടുപിടിച്ചു കൊണ്ടുവന്നോളാം അമ്മയെ. ചേച്ചി ഒന്ന് ഫോൺ വെച്ചെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ശാലിനി. നേരം ശാലിനി ചായക്കടയിൽ വെച്ച് അർജുനോട് സംസാരിച്ചതും അത് ശാരദാമ്മ ശ്രദ്ധിച്ചതുമൊക്കെ ആലോചിക്കുകയാണ്. ശാലിനി പറയുകയാണ്, അർജുനേട്ടന്റെ കൂടെ ഞാൻ വന്നത് ഇനി കേസ് കൊടുക്കാനാണെന്ന് കരുതി അമ്മ എന്തെങ്കിലും അവിവേകം കാണിച്ചു കാണുമോ? അമ്മയെ തിരിഞ്ഞു പോകാനാണെങ്കിൽ ചുറ്റുവട്ടൊന്നും ഒരു വണ്ടിയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് റോഡിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് ശാലിനി. പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെയും കൂട്ടുകാരെയുമാണ്. അമ്പലത്തിന്റെ ഫ്രണ്ടിലെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുകയാണ് വിഷ്ണു. അമ്പലനടയിൽ വെളിയിൽ നിന്ന് പ്രാർത്ഥിച്ച ശേഷം ശാലിനി ചുറ്റും നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ബുള്ളറ്റാണ് കാണുന്നത്. അതിൽ താക്കോലുമുണ്ട്.
ശാലിനി കരുതുകയാണ് ഈ ബുള്ളറ്റ് ആരുടെയാണെന്ന് അറിയില്ലല്ലോ ഭഗവാനെ. ആവശ്യ സമയത്ത് തന്നെ ഒരു വണ്ടി തന്ന് സഹായിച്ചല്ലോ, നിനക്ക് നന്ദി എന്നും പറഞ്ഞ് അമ്പലത്തിലേക്ക് നോക്കി തൊഴുകയാണ് ശാലിനി. ആരുടേതാണെങ്കിലും ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് ഞാൻ ഈ വണ്ടി ഒന്ന് എടുക്കുവാണ്. അടുത്ത് തന്നെ നിന്ന് ഫോൺ ചെയ്യുകയാണ് ദാസൻ. ആശാനെന്ന് അത് കണ്ട് വിളിക്കുമ്പോൾ വിഷ്ണു പറയണേ, എന്തുവാടാ, നീ അല്ലേ പറഞ്ഞത് ഒന്നും കണ്ട് ഞെട്ടരുതെന്ന്. ശാലിനി വണ്ടി എടുക്കുന്നത് കണ്ട് കമലം പറയുകയാണ്, ഞെട്ടിക്കുന്ന ഒരു സംഭവമുണ്ട് ആശാനെ. ആശാനെ ദേ അങ്ങോട്ട് നോക്ക്, ആശാന്റെ ബുള്ളറ്റിൽ ഒരു കൈ ഇരിക്കുന്നത് കണ്ടോ? അന്നേരം ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി മുന്നോട്ട് പോവുകയാണ് ശാലിനി. ദേ വണ്ടി കൊണ്ടുപോകുന്നു എന്നും പറഞ്ഞ് കമലൻ പിടിക്കാൻ പോകുമ്പോൾ കമലന്റെ വായിൽ പൊത്തി കമലനെ പിടിക്കുകയാണ് വിഷ്ണു. അതിനുശേഷം ശാലിനി ബുള്ളറ്റുമായി പോകുന്നത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു. അത് കണ്ട് ചിരിച്ചുകൊണ്ട് ദാസൻ പറയുകയാണ്, ഇത് മനഃപൂർവ്വമാണ് ആശാനെ. ആശാനല്ലാതെ ആരും തൊട്ടിട്ടില്ലാത്ത ബുള്ളറ്റ്, ആശാൻ ആരെ കൊണ്ടും തൊടിയിച്ചിട്ടില്ലാത്ത ബുള്ളറ്റ്. അതിങ്ങനെ അധികാരത്തോടെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അതിനുള്ള അവകാശം ഉണ്ടെന്ന് തോന്നിയിട്ടല്ലേ? ആണല്ലേ എന്ന് സന്തോഷത്തോടെ ചോദിക്കുകയാണ് വിഷ്ണു. സാധാരണ അമ്പിന് മുകളിലാണ് ഹൃദയം തൊടുത്തു വിടുന്നത്, ഇതിപ്പോ ആശാന്റെ ബുള്ളറ്റിന് മുകളിലൂടെയാണല്ലോ. നമുക്ക് പിന്നാലെ പോകാം ആശാൻ എന്ന് കമലൻ ചോദിക്കുമ്പോൾ വിഷ്ണു പറയണ, അത് വേണമോ? അന്നേരം ദാസൻ പറയാണ്, രണ്ടും ആശാന്റെ മുതലല്ലേ, അതിങ്ങനെ കൈവിട്ട് കളയാൻ പറ്റുമോ? ഇക്ക നിങ്ങൾ ജീപ്പ് എടുത്തോണ്ട് വാ. ബുള്ളറ്റുമായി ശാലിനി പോകുന്നത് രാജേശ്വരിയുടെ വീട്ടിലേക്കാണ്. മുറ്റത്തെത്തിയ ശേഷം നീട്ടി ഹോൺ അടിക്കുകയാണ് ശാലിനി. അന്നേരം അകത്തു നിന്നും രാജേശ്വരി പറയുകയാണ്, എടാ ബാല, അതാരാണെന്ന് നോക്കിയേ. വീണ്ടും ഹോൺ നീട്ടി നീട്ടി അടിക്കുകയാണ് ശാലിനി. അത് കേട്ട് ചെവി പൊത്തുകയാണ് രാജേശ്വരി. പുറത്തേക്ക് ഇറങ്ങിയ ബാലചന്ദ്രൻ പറയാണ്, ഇതാരാണ് ഈ നടയിൽ വന്നിങ്ങനെ ഹോൺ അടിക്കുന്നത്? വെള്ളത്തിലിരിക്കുന്ന ശാലിനിയെ കണ്ട് അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് ബാലചന്ദ്രൻ. രാജേശ്വരിയും ചോദിക്കുകയാണ്, ഇതാരാണ് ഈ നടയിൽ വന്നിങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? ദേഷ്യപ്പെട്ട് രാജേശ്വരി ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്, എടാ ചോദിച്ചില്ലേ ആരാണ് ഇങ്ങനെ നടയിൽ വന്നിങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതെന്ന്? ശാലിനിയെ കണ്ട രാജേശ്വരി ഇവളോന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തിറങ്ങിയ രാജേശ്വരി പറയാണ്, മതിയാക്കടി, എന്താ നിന്റെ പ്രശ്നം? ആരുടെ അമ്മയാടി? നാട്ടുകാരുടെ അമ്മയാണെങ്കിൽ അമ്പലത്തിലിരിപ്പുണ്ട്, നട തുറക്കുമ്പോൾ പോയി തൊഴുതാൽ മതി. എന്റെ അമ്മയെ പറ്റിയാണെങ്കിൽ എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ്, നിങ്ങളുടെ അമ്മയെ കൊണ്ടുപോയി കിണറ്റിലിട്. ഞാൻ ചോദിച്ചത് എന്റെ അമ്മയെ പറ്റിയാണ്, എന്റെ ശാരദാമ്മയെ പറ്റി. അവരിവിടെ വന്നില്ലേ? ബാലചന്ദ്രൻ പറയുകയാണ്, ശാരദാമ്മ ഇവിടെ വന്നു എന്നുള്ളത് നേരാണ്, പക്ഷെ വീട്ടിനുള്ളിലേക്ക് വരാതെ പെട്ടെന്നങ്ങ് പോയി. അതെന്താണെന്ന് മനസ്സിലായില്ല. ശാലിനി മനസ്സിൽ വിചാരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അമ്മ ഇതെങ്ങോട്ട് പോയി? എന്ന വണ്ടിയും എടുത്ത് അവിടെ നിന്നും പോവുകയാണ് ശാലിനി. ബാലചന്ദ്രൻ രാജേശ്വരിയോട് പറയുകയാണ്, ചേച്ചി പറഞ്ഞതുപോലെ എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പമൊന്നുമില്ലടാ, ഇത് ഒരു ഉഗ്രൻ കണിയുടെ ആരംഭമാണ്. നാട്ടിലുള്ളവർക്ക് മുഴുവൻ കാണാനുള്ള കണി നമുക്കും കാണാം. ഏതെങ്കിലും പുഴയിലോ കയത്തിലോ പാറമടയിലോ ചത്തുമലച്ച് കിടക്കുന്നുണ്ടാകും അവളുടെ ശാരദാമ്മ തമ്പുരാട്ടി. കാണിക്കുന്നത് ബുള്ളറ്റ് തേടി പോകുന്ന ജീപ്പിൽ പോകുന്ന വിഷ്ണുവിനെയും കൂട്ടുകാരെയുമാണ്. മാർക്കറ്റിലെത്തി കടക്കാരനോട് ചോദിക്കുകയാണ് ശാലിനി, ചേട്ടാ അമ്മയെ കണ്ടായിരുന്നോ? കണ്ടില്ല എന്ന് അയാൾ പറയുകയാണ്. പുറകെ വിഷ്ണുവും കൂട്ടരും ഉണ്ട്. ഇതിൽ കാണുന്നവരോടൊക്കെ ശാലിനി ശാരദാമ്മയെ കണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുറച്ചു ദൂരം കഴിയുമ്പോൾ ശാലിനിയെ വിഷ്ണുവും കൂട്ടരും കാണുന്നില്ല. ശാരദാമ്മയെ അന്വേഷിച്ച് ശാലിനിയെ അന്വേഷിച്ച് വിഷ്ണുവും നടക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.